ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ മച്ചമ്പി തേർഡ് പാർട്ടിക്ക് നല്ല ഒരു മെസ്സഞ്ചറാണ്. നല്ലൊരു മെസ്സഞ്ചറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും ഫ്യൂച്ചറിലോട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. കുറെ ന്യൂസുകൾ തേർഡ് പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്, നിങ്ങളുടെ മച്ചമ്പിയും ഈ തേർഡ് പാർട്ടിയും തമ്മിലുള്ള. കാരണം ഇങ്ങനെ ന്യൂസ് കൊടുത്ത് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പ്രീതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊരു വല്ലാത്ത പാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഒരു പഞ്ചസാര പോലെ സംസാരിക്കുന്ന, വളരെ ആകർഷണം പോലെ സംസാരിക്കുന്ന, ഒരു എന്താ പറയുക, ഈ സോപ്പ് ഇട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിങ്ങളുടെ മച്ചമ്പി മുങ്ങിത്താഴുന്നു, നിവരുന്നു താഴുന്നു, നിവരുന്നു താഴുന്നു, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് ഈ മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഡൾട്ടാണ് നിങ്ങളുടെ മച്ചമ്പി. പക്ഷെ എന്താ പറയുക, നമ്മൾ ഈ ചെറിയ കുട്ടികളൊന്നും അറിയാൻ പാടില്ലാത്ത കുട്ടികൾ ഈ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിച്ചു വെക്കൂലേ, ഈ 5-8 വയസ്സൊക്കെ ഉള്ള പിള്ളേര്, അതുപോലെയുള്ള പ്രവർത്തികളൊക്കെ നിങ്ങളുടെ ആള് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമൂലം മറ്റുള്ള പരിപാടികളിലോട്ട് ദോഷകരമായിട്ട് ഭവിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ മച്ചമ്പിയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താ പറയാ, ഒരു കുടുംബം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, മാനസികമായിട്ട് എന്താ പറയാ, ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ, മാനസിക ദാരിദ്ര്യം. അതിപ്പോ ചില ആളുകൾ എന്താണെന്ന് ആലോചിക്കുന്നുണ്ടോ, നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ഒരു പട്ടിണി കിടന്നാൽ മാത്രമല്ല ദാരിദ്ര്യം കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല, മാനസികമായിട്ടുള്ള ദാരിദ്ര്യം തന്നെയാണ്. ആ ഒരു മാനസികമായിട്ടുള്ള പ്രഷർ നിങ്ങളുടെ ഈ മച്ചമ്പി കാരണം മറ്റുള്ള ആളുകൾക്ക്, നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഫ്യൂച്ചറിനൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്നു. കാരണം ഇവരെന്താണോ പറയുന്നത് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി അനുസരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അത് ഇവര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവരെന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റെന്ത് ശരി എന്തെന്ന് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ആൾക്ക് തെറ്റ് ശരി ചിന്തിക്കാൻ അറിയില്ലാത്ത ആളല്ല. മറ്റുള്ളവര് ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വ്യക്തികൾ ഒഴികെ നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു സെന്റൻസിനെ കീറി മുറിച്ച് അതിൽ എത്ര തെറ്റുണ്ട് എത്ര ശരിയുണ്ട് എന്ന് ഘോരഘോരമായി വാദിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മച്ചമ്പി. മനസ്സിലായോ? പക്ഷെ ഈ പറഞ്ഞ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് പറയുമ്പോൾ അതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട്, അതിൽ ഭാവിയിൽ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ, അല്ലെങ്കിൽ അത് എൻ്റെ കുടുംബത്തിന്റെ പരിപാടീനെ വേറിട്ട് നിർത്തുന്ന പരിപാടികളാണോ ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, അതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് പല കാര്യങ്ങളും ഒപ്പിച്ച് പല കാര്യങ്ങളിലോട്ടും പല ആളുകളുടെയും ജീവിതം നാശകോശമാക്കി വെച്ചോണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അതിനുള്ള ഒരു പവർ ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ട്. ചില ആളുകൾ എന്താ പറയാ ഈ സഹതാപം പറച്ചിലുകളിൽ കൂടി പല കാര്യങ്ങളും നേടുന്നു. ഈ എന്താ പറയാ വിഷമം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ നേടുന്ന ഒരു സ്വഭാവവും ഈ തേർഡ് പാർട്ടിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ വ്യക്തി എന്താ പറയാ ഇങ്ങനെ മയങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഒരു മയക്കം ബാധിച്ച ഒരു അവസ്ഥ, അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ആക്ച്വലി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടേതായിട്ടുള്ള പല സിറ്റുവേഷൻസിനെയും തകർക്കുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. അതിനുള്ള ന്യൂസ് ഇപ്പൊ എന്തെങ്കിലും നിങ്ങളെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, അതിനുള്ള പരിപാടികൾ നിങ്ങളുടേതായിട്ടുള്ള ഈ മച്ചമ്പി കൊടുക്കുന്നുമുണ്ട്. അതാണ് ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്കിട്ട് പല പരിപാടികളും ഇവിടെ ചെയ്യാൻ കാരണം. കാരണം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവരുടെ വിജയമായിട്ട് അവർ കണക്കാക്കുന്നു. അത് അവരുടെ വിജയമാണ്. നിങ്ങൾ എന്നും തോറ്റു തന്നെ നിൽക്കണം. നിങ്ങളുടെ അടുത്തുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പോലും ചോദിക്കാതെ അവർക്ക് എല്ലാത്തിനും അവകാശമുള്ളതാണ്, അവരാണ് യഥാർത്ഥ അവകാശി എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പല വിധത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഒരാളാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി. നിങ്ങൾ ഒന്നുമില്ലാതിരിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ആളുണ്ടെങ്കിലും ആ ആള് നിങ്ങൾക്ക് ഉപകരിക്കരുത്, ഇവർക്ക് തന്നെ ഉപകരിക്കണം. പക്ഷെ ഈ ആളുടെ നെഗറ്റീവ്സ് എല്ലാം നിങ്ങൾ അനുഭവിച്ചേക്കണം. അങ്ങനെയുള്ള ഒരു മൈൻഡ് കൊണ്ട് നെഗറ്റീവ്സ് ഒന്നും തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി ഏറ്റെടുക്കത്തില്ല. പകരം എന്താ പറയാ ഈ നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ എടുക്കൂലേ, കറിയിലിടും. ആ കറിവേപ്പില യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എറിയും. അതുപോലെ യൂസ് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ പോലെ ഈ പോസിറ്റീവ്സ് മാത്രം വലിച്ചെടുത്ത് എന്തൊക്കെ ഒരാളെ കൊണ്ട് സാധിപ്പിക്കാമോ, എത്ര രീതിയിൽ പണിയെടുപ്പിക്കാമോ, എത്ര സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു ആളായിട്ടാണ് നിങ്ങളുടെ മച്ചമ്പീനെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും ഇതൊക്കെയാണ് നടക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ദിനം പ്രതി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി അത് മനസ്സിലാക്കത്തില്ല. കാരണം അവരുടെ മുമ്പിൽ നിങ്ങളാണ് തെറ്റുകാര്, അല്ലെങ്കിൽ നിങ്ങളാണ് നെഗറ്റീവ് പറയുന്ന ആള്, നിങ്ങൾക്ക് കാര്യവിവര ശേഷിയില്ലാത്ത ആളുകളായും നിങ്ങൾ തെറ്റുകാരായും നിങ്ങൾ ശല്യപ്പെടുത്തുന്ന ആളുകളായും നിങ്ങൾക്ക് എന്താ പറയാ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായും നിങ്ങളുടെ മച്ചമ്പി നിങ്ങളെ മുദ്ര കുത്തും. അപ്പൊ നിങ്ങൾക്ക് വിഷമം തോന്നും. നിങ്ങൾ ആദ്യം സ്നേഹത്തോടു കൂടി പറയും,
കേൾക്കില്ല നിങ്ങളുടെ ആള്. പിന്നെ നിങ്ങളുടെ ആളോട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്വരം ഇത്തിരി കനത്തിൽ പറയും, കേൾക്കില്ല. പിന്നെ അത് വാക്ക് തർക്കത്തിലോട്ടാവും, കേൾക്കില്ല. പിന്നെ നിങ്ങളുടെ കരഞ്ഞു പറയുന്ന ഒരു സ്റ്റേജ് വരും, അതിലും കേൾക്കില്ല. നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾക്കറിയാവുന്ന എത്ര അടവുകളുണ്ടോ 18 അടവും കഴിഞ്ഞു, 19, 20, 21 അടവൊക്കെ കയറ്റി നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ തേർഡ് പാർട്ടിയുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിലുള്ള അടവെടുത്തു കഴിഞ്ഞാലും അവരെ വിജയിക്കുള്ളൂ, തേർഡ് പാർട്ടി മാത്രമേ വിജയിക്കുള്ളൂ, വിജയക്കൊടി പാറിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് അർഹതയുള്ള സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഈ തേർഡ് പാർട്ടിയുടെ മെയിൻ പരിപാടി. അതൊന്നും അധിക നാള് വാഴുന്ന പരിപാടിയല്ല. മറ്റുള്ളവരുടെ അർഹതയുള്ള സാധനം അവർക്കുള്ളതല്ലേ. അപ്പൊ അതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കൂടെ കൂട്ടി സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നവർക്കും പണിയുണ്ടാവും, അത് ജയിപ്പിക്കുന്നവർക്കും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. കാരണം നിങ്ങളുടെ ആള് അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കി വെച്ചിരിക്കണം, അവരുടെ ഒരു ശക്തി, അവരുടെ ഒരു ബലം, കാര്യങ്ങൾ. ആ ഒരു ബലം പോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങളുടെ ആളുടെ A to Z കാര്യങ്ങൾ അറിയാം ഈ തേർഡ് പാർട്ടിക്ക്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, ഇവരുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ശക്തി കിട്ടി നിങ്ങൾ എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷനിൽ എത്തും. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റും, പല റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് പോലെ സഹായിക്കാൻ ഒരു വ്യക്തി ഉണ്ടാകും. പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റക്ക് നടക്കേണ്ട കാര്യത്തിൽ ഒരു താങ്ങ്, ഒരു തണലായിട്ടൊക്കെ നിങ്ങളുടെ ആള് കൂടെ ഉണ്ടാകും. പക്ഷെ അത് അവരുടേതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ മാറിക്കോളും. ഈ പരിപാടികളൊന്നും അധിക നാള് പോകൂല. അത് ഇത്തിരി ടൈം എടുത്താണെന്നുണ്ടെങ്കിലും മാറട്ടെ. ഇത്തിരി ടൈം എടുക്കും, എന്നാലും മാറും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ട്, നിങ്ങൾക്ക് അതിനൊരു ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് പല കാര്യങ്ങളും മുൻകൈ എടുത്ത് മാറ്റേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എഫേർട്ട് ഇട്ട് പല കാര്യങ്ങളും, ഈ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കാന്നൊക്കെ പറയില്ലേ, എടുത്തു ചാടി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ട് കാര്യമില്ല. ചില കാര്യത്തിൽ ഇത്തിരി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രയോഗിക്കണം. അതുപോലെ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള പരിപാടികളിൽ കൂടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ മുൻകൈയിട്ട് ഇറങ്ങുക. അത് തന്നെയാണ്. അതായത് എന്താ പറയാ, ഈ വഴി കാണിച്ച് കുളത്തിൽ കൊണ്ട് ചാടിക്കുന്ന പരിപാടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. കുളമല്ല, ഈ പൊട്ടക്കുളം എന്നൊക്കെ പറയില്ലേ, പൊട്ടക്കിണർ. ഈ വെള്ളമില്ലാതെയുള്ള പൊട്ട പരിപാടികളൊക്കെ ഇല്ലേ, പൊട്ടക്കിണർ എന്നൊക്കെ പറയണം. ആ പരിപാടിയിലൊക്കെ കൊണ്ടുപോയി ചാടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് എന്താ പറയാ, ഈ വാക്കും പ്രവൃത്തിയും വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ പോവുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിക്ക് ഇവരുടെ വാക്കും പ്രവൃത്തിയും ഭയങ്കര വിശ്വാസമാണ്. ഇവരെ ഒരു എന്താ പറയാ, ഒരു വഴികാട്ടി അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത്. നല്ല രീതിയിൽ ഈ ധനസഹായം കൊടുക്കുന്നതായിട്ടും, ഒരു 60% ആളുകൾക്ക് ധനസഹായം അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട ധനം അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്.
പിന്നെ നിങ്ങളുടെ വ്യക്തി എന്താ പറയാ, ഈ ആന ബോണ്ടൊക്കെ ഒട്ടിച്ചു വെച്ചേക്കൂല്ലേ, ഭയങ്കര ശക്തിയുള്ള പശ, അതുപോലെ നിങ്ങളുടെ വ്യക്തി പോവാതിരിക്കാനുള്ള കുറച്ച് ചെപ്പടി വിദ്യകളും നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി കാണിച്ചു വെച്ചിട്ടുണ്ട് പല രീതിയിൽ. ഇപ്പൊ ബ്ലാക്ക് മാജിക് എനർജിയുടെ പരിപാടിയിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പരിപാടികളൊക്കെ ഈ തേർഡ് പാർട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെയുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.